ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ ഈ ബീഫ് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു ഗ്രേവിയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. തീരെ ഡ്രൈ ആയിട്ടുള്ളൊരു റൈസല്ല, ഇതിന് കുറച്ച് മസാലകളൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് ഈ ബീഫ് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഈ ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ബേ ലീവ്സ്, 6 ഏലക്ക, അതുപോലെ 6 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, അതുപോലെ 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലി, 2 പീസ് കറുവപ്പട്ടയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മന്തിയുടെ മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അതാവുമ്പോൾ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും. ചൂടായ കുക്കറിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓൾ സ്പൈസസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മന്തി മസാല പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ച ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 മാഗി ക്യൂബ്സ് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫ് മന്തിയല്ലേ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഫ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്തിപ്പോൾ ചിക്കൻ ക്യൂബ്സാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 5 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ എയറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ചോറ് റെഡിയാക്കാനായിട്ട് 3 കപ്പ് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയും കഫ്സയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കിയെടുത്താൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ സോക്കാവാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എനിക്കിതൊരു 5 വിസിൽ വന്നപ്പോഴേക്കും ഈ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഓയിൽ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് കളയാനൊന്നല്ല കേട്ടോ, നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇത്രയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഗ്രേവി ഇല്ലാതെ ബീഫ് മാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ബീഫ് മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ബീഫിനൊരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈ ബീഫിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ചോറിട്ട് കൊടുത്ത് ദം ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ബീഫ് മുഴുവനും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫ് ആൾറെഡി വെന്തതാണ്, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഈ ബീഫ് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഞാനിവിടെ ചോറ് റെഡിയാക്കാനുള്ള വെള്ളം മറ്റൊരടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച റൈസ് വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് റൈസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ ഇതുപോലൊരു ഹോളാക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ റൈസ് അടച്ച് വെച്ച് ഒരു 90% വരെ വേവിച്ചെടുക്കുക. ഈ റൈസ് നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്കി 10% ദമ്മിൽ കിടന്ന് വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ ഈ റൈസ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, വെള്ളം വാർത്തെടുക്കുകയാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതാണ് വെള്ളത്തിൻ്റെ അളവ് പറയാതിരുന്നത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം വാർത്തെടുക്കാം. ഇപ്പോൾ ഈ ചോറിലെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്ത് തുടങ്ങാം. ബീഫ് വേവിച്ചെടുത്ത കുക്കറിൽ ഇത്രയും മസാലയുണ്ട്. ഈ മസാലയെല്ലാം ഞാൻ ദം ചെയ്തെടുക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് മുഴുവനും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ചോറ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഇതുപോലെ ഈ ചോറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത പാനിലെ ഓയിലും ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചോറിന് മുകളിൽ 4 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ പാത്രത്തിൻ്റെ ലിഡൊന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ആവി പുറത്തു പോകാതിരിക്കാനും പിന്നെ സ്മോക്ക് ചെയ്തെടുക്കുമ്പോൾ പുക പുറത്തു പോകാതിരിക്കാനുമാണ്. ഇനി ഞാൻ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കനൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ചോറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ കനലിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പുക പുറത്തു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക.
ഇനി നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കനലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബട്ടറോ ഓയിലോ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നമുക്ക് ഈ ചോറിന് മുകളിൽ നിന്നും കനലിട്ട് വെച്ച പാത്രം എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മന്തി ഇവിടെ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളക് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, റൈസൊന്നും ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ബീഫ് മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.